ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ അംബ ഓർ ഭീഷ്മ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अम्बा और भीष्म. सत्यवती के पुत्र चित्रांगद बड़े ही वीर परंतु स्वेच्छाचारी थे. एक बार किसी गंधर्व के साथ युद्ध हुआ. उसमें वह मारे गए. उनके कोई पुत्र न था, इसलिए उनके छोटे भाई विचित्रवीर्य हस्तिनापुर की राजगद्दी पर बैठे. विचित्रवीर्य की आयु उस समय बहुत छोटी थी. इस कारण उनके बालिग होने तक राजकाज भीष्म को ही संभालना पड़ा. സത്യവതി के पुत्र ചിത്രാംഗദ് बड़े ही वीर परंतु സ്വേച്ഛാചാരി थे. അപ്പോൾ സത്യവതിയുടെ മകൻ ചിത്രാംഗദ് വളരെയധികം വീരനായിട്ടുള്ള, പിന്നെ പക്ഷേ എന്താണ് പക്ഷേ സ്വേച്ഛാചാരി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. അത് അപ്നെ ഹി ഇച്ഛാക്കെ അനുസാർ കാര്യ കർനെ വാല, മറ്റുള്ളവരുടെ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ സ്വേച്ഛാചാരി थे. एक बार किसी गंधर्व के साथ युद्ध हुआ, उसमें वह मारे गए. ഏതോ ഒരു ഗന്ധർവൻ്റെ കൂടെ യുദ്ധം നടന്നു. അതിന് ശേഷം അദ്ദേഹം വധിക്കപ്പെട്ടു. ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഉൻകെ കോയി പുത്ര ന ഥാ, ഇസ്ലിയെ ഉൻകെ ഛോട്ടെ ഭായി വിചിത്രവീര ഹസ്തിനാപുർ കെ രാജ്ഗദ്ദി പർ ബാഠി. അപ്പോൾ അദ്ദേഹത്തിന് മക്കളായിട്ട് ഇല്ലായിരുന്നു. പുത്രനാഥ കോയി ഉത്തരാധികാരിയായിട്ട് ഒരു മകനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇസ്ലിയെ ഉൻകെ ഛോട്ടെ ഭായ്, അദ്ദേഹത്തിൻ്റെ അനുജൻ വിചിത്രവീര്യ ഹസ്തിനാപൂർ രാജസിംഹാസനം ഭരിക്കാൻ തുടങ്ങി, രാജ്യം ഭരിക്കാൻ തുടങ്ങി ഹസ്തിനാപൂർ. അപ്പോൾ വിചിത്രവീര്യയ്ക്ക് ആയു ഉസ് സമയം ബഹുത് ഛോട്ടി തി. ആ സമയത്ത് വിചിത്രവീര്യം പ്രായത്തിൽ വളരെയധികം ചെറുതായിരുന്നു, അതായത് പ്രായം കുറവായിരുന്നു ആ സമയത്ത് ഈ രാജഭരണം ഏറ്റെടുക്കാനായിട്ട്. അപ്പോൾ ഇസ് കാരൺ ഉൻകെ ബാലിഗ് ഹോനെ തക്, ബാലിഗ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് ആവുന്നത് വരെ, ബാലിഗ് ഹോനെ തക് രാജ്കാജ് ഭീഷ്മ കോ ഹി സംഭാലന പട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും പ്രായമായിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന് രാജസിംഹാസനം ഏറ്റെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും കാലം, അതായത് അഡൾട്ട് ആകുന്നത് വരെ, ഒരു പ്രായം വരുന്നത് വരെ ഭീഷ്മാണ് പിന്നെ ഭീഷ്മനെ രാജ്കാജ് സംഭാല, രാജ്യഭാരം ഭീഷ്മ ഏറ്റെടുത്തു. जब विचित्रवीर्य विवाह के योग्य हुए तो भीष्म को उनके विवाह की चिंता हुई. उन्हें खबर लगी कि काशीराज की कन्याओं का स्वयंवर होने वाला है. यह जानकर भीष्म बड़े खुश हुए और स्वयंवर में सम्मिलित होने के लिए काशी रवाना हो गए. അപ്പോൾ ജബ് വിചിത്രവീര്യ വിവാഹಕ್ಕೆ യോഗ്യ ഹുയ, അപ്പോൾ വീര്യന് എന്താ വിവാഹയോഗ്യനായി, അതായത് വിവാഹത്തിൻ്റെ പ്രായമായപ്പോൾ तो भीष्म को उनके विवाह की चिंता हुई. അപ്പോൾ ഭീഷ്മ ആ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി, വിചിത്രവീര്യൻ്റെ വിവാഹത്തെപ്പറ്റി. ഉന്നെ ഖബർ ലഗി कि काशीराज की कन्याओं का स्वयंवर होने वाला है. അദ്ദേഹത്തിന് ഇങ്ങനെ ന്യൂസ് കിട്ടി, ഖബർ ലഗി कि काशीराज की कन्याएं, കാശിരാജിന് മക്കളുണ്ട്, അംബിക, അംബാലിക. അപ്പോൾ ഈ കന്യമാരുടെ സ്വയംവരം നടത്താൻ പോവുകയാണ് എന്ന അറിവ് ലഭിച്ചു, അദ്ദേഹത്തിന് ന്യൂസ് കിട്ടി. അപ്പോൾ യഹ് ജാൻകർ ഭീഷ്മ बड़े खुश हुए और स्वयंवर में सम्मिलित होने के लिए काशी रवाना हो गए. ഇത് കേട്ടതും ഭീഷ്മ വളരെയധികം സന്തുഷ്ടനായി. കാരണം എന്തായാലും വിചിത്രവീര്യന് വിവാഹത്തിനായിട്ടുള്ള സമയമായി, വിവാഹയോഗ്യനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ സമയം, അതായത് അതേ സമയത്താണ് അദ്ദേഹത്തിന് ഈ സമാചാരം ലഭിക്കുന്നത്, കാശിരാജിൻ്റെ കന്യകൾ അവരുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ് എന്ന കാര്യം. അപ്പോൾ അദ്ദേഹം അതിനായിട്ട് പോവുകയാണ്. യഹ് ജാൻകർ ഭീഷ്മ ബഡേ ഖുശ് ഹുവേ और स्वयंवर में सम्मिलित होने के लिए काशी रवाना हो गए. അപ്പോൾ കാശിയിലാണ് ഈ സംഭവം. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. ഭീഷ്മ വഹാ സമ്മിളിത് ഹോനെ കെ ലിയെ, അവിടെ കൂടാനായിട്ട് അദ്ദേഹം പോവുകയാണ്. റവാന ഹോന എന്ന് പറഞ്ഞാൽ യാത്ര പോവുക, അവിടെ എത്താനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ देश विदेश के अनेक राजकुमार उस स्वयंवर में भाग लेने के लिए आए थे. राजपुत्रियों को पाने के लिए आपस में बड़ी स्पर्धा थी. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക, പ്രതിയോഗിത എന്ന് പറയും. ഓക്കെ, പ്രതിയോഗിത അല്ലെങ്കിൽ കോമ്പറ്റീഷൻ. അപ്പോൾ देश विदेश के अनेक राजकुमार स्वयंवर में भाग लेने के लिए आए थे. क्षत्रियों में भीष्म की प्रतिज्ञा की प्रतिष्ठा अद्वितीय थी. उनके महान त्याग और भीषण प्रतिज्ञा का हाल सब जानते थे. इसलिए जब वह स्वयंवर मंडप में प्रविष्ट हुए तो राजकुमारों ने सोचा कि वह सिर्फ स्वयंवर देखने के लिए आए होंगे. परंतु जब स्वयंवर में सम्मिलित होने वालों में भीष्म ने भी अपना नाम दिया
तो अन्य कुमारों को निराश होना पड़ा। उनको क्या पता था कि दृढ़व्रती भीष्म अपने लिए नहीं वरन अपने भाई के लिए स्वयंवर में सम्मिलित हुए हैं. ക്ഷത്രിയോ ഭീഷ്മ की प्रतिज्ञा की प्रतिष्ठा अद्वितीय थी. അപ്പോൾ ക്ഷത്രിയന്മാരിൽ ഭീഷ്മൻ എടുത്ത ആ പ്രതിജ്ഞയെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് അത് അവർ ക്ഷത്രിയന്മാർ, അതായത് അവിടെ ഉണ്ടായിരുന്ന ആ രാജകുമാരന്മാരെല്ലാവരും നല്ല പ്രതിഷ്ഠയോടെ അതിന് നല്ല റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് ആ പ്രതിജ്ഞയെപ്പറ്റി അവർ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രതിഷ്ഠ അദ്വിതീയത്തി, ആ പ്രതിജ്ഞ അദ്വിതീയം എന്ന് പറഞ്ഞാൽ ബേജോട്, അതായത് ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വളരെയധികം വലിയൊരു സ്ഥാനമാണ് ഭീഷ്മനെടുത്ത ആ പ്രതിജ്ഞയ്ക്ക് അവർ നൽകിയിരുന്നത്. അപ്പോൾ ഉനക്കെ മഹാൻ ത്യാഗ് ഓർ ഭീഷൺ പ്രതിജ്ഞ കാ ഹാൽ സബ് ജാനത്തെ थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ത്യാഗ മനോഭാവം, ആ ത്യാഗത്തെപ്പറ്റിയും പിന്നെ ഭീഷണ പ്രതിജ്ഞ, ആ പ്രതിജ്ഞയെപ്പറ്റിയും എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന ആ രാജകുമാരന്മാർക്കും എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലോണം അറിയാമായിരുന്നു. എല്ലാവരും ആ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ട്. इसलिए जब वह स्वयंवर मंडप में प्रविष्ट हुए तो राजकुमारों ने सोचा कि वह सिर्फ സ്വയംവർ देखने के लिए आए होंगे. അപ്പോൾ അദ്ദേഹം അവിടെ ആ സ്വയംവര മണ്ഡപത്തിൽ വന്നപ്പോൾ പ്രവിഷ്ട ഹുയെ, അതായത് അദ്ദേഹം അതിൽ ആ മണ്ഡപത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ രാജകുമാരന്മാർ, അവിടെ ഉണ്ടായിരുന്ന രാജകുമാരന്മാരെല്ലാവരും എന്താണ് വിചാരിച്ചത്? സിർഫ് സ്വയംവർ देखने के लिए आए होंगे, ഒന്ന് സ്വയംവർ കാണാനായിട്ട് മാത്രം വന്നതായിരിക്കാം ഭീഷ്മ മഹാത്മാ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ उनको क्या पता था कि दृढ़व्रती भीष्म अपने लिए नहीं वरन अपने भाई के लिए स्वयंवर में सम्मिलित हुए हैं. അപ്പോൾ ആ കൂടിയിരിക്കുന്ന ആ രാജകുമാരന്മാർക്ക് എന്തറിയാം എന്നാണ്. അപ്പോൾ ദൃഢവൃത്തി ഭീഷ്മ, അതായത് ദൃഢവൃത്തി എന്ന് പറയാൻ കാരണം തൻ്റെ വ്രതത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, അതായത് അദ്ദേഹം എടുത്ത ആ പ്രതിജ്ഞയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഭീഷ്മ സ്വന്തം തനിക്ക് വേണ്ടിയിട്ടല്ല, പകരം ആർക്ക് വേണ്ടി? വരൻ അപ്നെ ഭായിക്കേലെ, തൻ്റെ അനുജന്മാർക്ക് വേണ്ടി ആണ് ഈ സ്വയംവരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന കാര്യം രാജകുമാരന്മാർക്ക് എങ്ങനെ അറിയാൻ, അവരെങ്ങനെ അറിയാനാണ്? सभा में खलबली मच गई. चारों ओर से भीष्म पर फप्तियां कसी जाने लगी. അപ്പോൾ സഭ में खलबली എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഭീഷ്മൻ വന്നിരിക്കുന്നത്, ഇങ്ങനെ ദൃഢവൃത്തിയായിട്ടുള്ള ഭീഷ്മ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ തമ്മിൽ സംസാരിച്ചത്. ചാറും ഓർ സെ ഭീഷ്മ പർ ഫപ്തിയാം കസി ജാനെ ലഗി. 4 ദിശകളിൽ നിന്നും കേൾക്കാൻ പറ്റും ഭീഷ്മ പർ ഫപ്തിയാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചമയ്ക്കുക, അതായത് വ്യംഗ്യകരണ, കളിയാക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചമയ്ക്കുക. അപ്പോൾ ഫപ്തിയാം കസി ജാനെ ലഗി. മാനാ കി भरतवंशी भीष्म बड़े बुद्धिमान और विद्वान हैं. स्वयंवर से इन्हें क्या मतलब? इनके प्रण का क्या हुआ? जीवन भर ब्रह्मचारी रहने की इन्होंने जो प्रतिज्ञा की थी, क्या वह झूठी थी? इस भांति सब राजकुमारों ने भीष्म की हंसी उड़ाई. यहाँ तक कि काशीराज की कन्याओं ने भी भीष्म की तरफ से दृष्टि फेर ली और उनकी अवहेलना सी करके आगे की ओर चल दी. ഭരത്വംശി ഭീഷ്മ ബഡേ ബുദ്ധിമാൻ ഓർ വിദ്വാൻ ഹെ. ശരിക്കും പറഞ്ഞാൽ വളരെയധികം എന്താണ്, ബുദ്ധിമാനും വിദ്വാനും ഒക്കെയാണെന്നാണ് ഭീഷ്മ, അല്ലെ? അത് ഭരതവംശിയായിട്ടുള്ള ഭീഷ്മ. സ്വയംവർ സെ ഇനിക്കാ മത്ലബ്, ഈ സ്വയംവരവുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധം? എനിക്ക് പ്രണക്കാക്കാവോ, അദ്ദേഹം എടുത്ത ആ പ്രതിജ്ഞ, അതിനെപ്പറ്റി ഒന്ന് എന്താണുള്ളത്, എന്താ പറയാനുള്ളത് ഇവിടെ? അതൊക്കെ മറന്നുപോയോ ഭീഷ്മ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ജീവൻ ഭർ ബ്രഹ്മചാരി റേനേക്ക് ഇനോനി ജോ പ്രതിജ്ഞ കീ തീ ക്യാ വ ഝൂട്ടി തീ. അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് ജീവിതം മുഴുവനും ജീവിക്കുമെന്ന ആ പ്രതിജ്ഞ, അതൊക്കെ എന്താ കള്ളമായിരുന്നു? ഇസ് ഭാന്തി सब राजकुमारों ने भीष्म की हंसी उड़ाई. यहाँ तक कि काशीराज की कन्याओं ने भी भीष्म की तरफ से दृष्टि फेर ली और उनकी അവഹേളനാസി करके आगे की और चल दी. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, അതായത് ഇങ്ങനെ പിറകിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ രാജകുമാരന്മാർ പറഞ്ഞ് ഇങ്ങനെ ഭീഷ്മനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് കാശിരാജിൻ്റെ കന്യകളോ 3 പേരും ഭീഷ്മയ്ക്ക് തരഫ്സെ ദൃഷ്ടി ഫേർലി, അവർ 3 പേരും ഭീഷ്മനെ നോക്കാൻ പോലും ഉതകിയിട്ടില്ല, അവർ നോക്കിയത് പോലുമില്ല. ദൃഷ്ടി ഫേർലി ഓർ ഉൻകി അവഹേളനാസി കർക്കെ ആഗേക്ക് ഓർ ചൽദി. അപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചതുപോലെ, അതായത് അദ്ദേഹത്തെ എന്താണ് കെയർ ചെയ്യാത്ത രീതിയിൽ അവഹേളനാസി കർക്കെ ആഗേക്ക് ഓർ ചൽദി. എന്നിട്ട് അവർ മുന്നോട്ട് നീങ്ങി, അതായത് സ്വയംവരമാണ്, മറ്റ് രാജകുമാരന്മാരിലോട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. भीष्म इस अवहेलना को सह न सके. उन्होंने सभी राजकुमारों को हराकर
तीनों राजकन्याओं को बलपूर्वक रथ पर बैठा लिया और हस्तिनापुर को चल दिए। सौब देश का राजा शाल्व बड़ा वीर था। काशीराज की सबसे बड़ी कन्या अम्बा उस पर अनुरक्त थी और उसको मन ही मन अपना पति मान चुकी थी। शाल्व ने भीष्म के रथ का पीछा किया और उसको रोकने का प्रयत्न किया। इस पर भीष्म और शाल्व के बीच घोर युद्ध छिड़ गया। भीष्म ने उसे हरा दिया, किंतु काशीराज की कन्याओं की प्रार्थना पर उसे जीवित ही छोड़ दिया. ഭീഷ്മ ഇസ് അവഹേളന കൊ സഹന സക്കെ. അപ്പോൾ ഭീഷ്മന് ആ അവഹേളന, ആ തിരസ്കാരം, ആ 3 കന്യകമാരും ചെയ്ത ആ തിരസ്കാരം അവർ കെയർ ചെയ്യാതെ മുന്നോട്ട് നീങ്ങി അല്ലേ, അത് അദ്ദേഹത്തിന് സഹിക്കാനായിട്ട് സാധിച്ചില്ല. उन्होंने सभी राजकुमारों को हराकर तीनों राजकन्याओं को बलपूर्वक रथ पर बैठा लिया और हस्तिनापुर को चल दिए. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്, എല്ലാ അവിടെ ഉണ്ടായിരുന്ന ആ സമ്മേളനത്തിൽ കൂടിയിരുന്ന, ആ സ്വയംവര ചടങ്ങിൽ കൂടിയിരുന്ന എല്ലാ രാജകുമാരന്മാരെയും പരാജയപ്പെടുത്തി ആ 3 കന്യകമാരെയും കൊണ്ട് അദ്ദേഹം ഹസ്തിനാപുരത്തിലിട്ട്, അതും ബലപൂർവക് അവരെ, നിർബന്ധപൂർവം അവരെ 3 പേരെയും അദ്ദേഹം ഹസ്തിനാപുരത്തിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ സൗബ് ദേശ് കാ രാജ ശാൽവ് ബഡാ വീർ ഥ. അപ്പോൾ സൗബ് ദേശത്തിൻ്റെ രാജാവായിരുന്നു ശാൽവ്. അദ്ദേഹം വളരെ വീരയോദ്ധാവായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ്, അവരെ തടഞ്ഞു. അപ്പോൾ കാശിരാജ് की सबसे बड़ी कन्या अम्बा उस पर अनुरक्त थी और उसको मन ही मन अपना पति मान चुकी थी. അപ്പോൾ കാശിരാജിൻ്റെ മൂത്ത മകളായിരുന്നു അംബ. അപ്പോൾ അംബയ്ക്ക് സൗബ് ദേശിലെ രാജ ഷാൽവിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അനുരുക്ത് थी എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അംബ ഇഷ്ടപ്പെട്ടിരുന്നു. शाल्व ने भीष्म के रथ का पीछा किया और उसको रोकने का प्रयत्न किया. शाल्വ് എന്താണ് ചെയ്തത്, ഭീഷ്മൻ്റെ ആ രഥത്തിനെ പിന്തുടർന്നു, എന്നിട്ട് അതിനെ തടയാനായിട്ട് ശ്രമിച്ചു, പ്രയത്നിക്കുക, അതിനെ തടയാനായിട്ട് വളരെയധികം ശ്രമിച്ചു. ഇസ് पर भीष्म और शाल्व के बीच घोर युद्ध छिड़ गया. അവർ തമ്മിൽ, ഭീഷ്മും ശാൽവും തമ്മിൽ വളരെ വലിയൊരു യുദ്ധം തന്നെ അവിടെ നടന്നു. भीष्म ने उसे हरा दिया, किंतु काशीराज की कन्याओं की प्रार्थना पर उसे जीवित ही छोड़ दिया. അപ്പോൾ ഭീഷ്മനെ ഉസെ ഹരാ ദിയ. ഭീഷ്മ രാജാ ശാൽവിനെയും തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. പക്ഷേ കാശിരാജിൻ്റെ കന്യകന്മാരുടെ നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ കന്യകന്മാരുടെ പ്രാർത്ഥന, അവരുടെ റിക്വസ്റ്റ് കേട്ടിട്ട് രാജാ ശാൽവിനെ ഭീഷ്മ ജീവനോടെ വിട്ടയച്ചു. भीष्म काशीराज की कन्याओं को लेकर हस्तिनापुर पहुंचे. विचित्र वीर्य के विवाह की सारी तैयारी हो जाने के बाद जब कन्याओं को विवाह मंडप में ले जाने का समय आया तो काशीराज की बड़ी बेटी अम्बा एकांत में भीष्म से बोली, गंगे, मैंने अपने मन में सौब देश के राजा शाल्व को अपना पति मान लिया था. इसी बीच आप मुझे बलपूर्वक यहाँ ले आए. मेरे मन की बात जानने के बाद आप मेरे बारे में अब जो उचित समझे करें. ഭീഷ്മ കാശിരാജ് की कन्याओं को लेकर हस्तिनापुर पहुंचा. അപ്പോൾ ഭീഷ്മ കാശിരാജിൻ്റെ 3 കന്യകന്മാരെയും കൊണ്ട് हस्तिनापुरത്തിലോട്ട് എത്തിച്ചേർന്നു. विचित्र वीर्य के विवाह की सारी तैयारी हो जाने के बाद जब कन्याओं को विवाह मंडप में ले जाने का समय आया तो काशीराज की बड़ी बेटी अम्बा एकांत में भीष्म से बोली. അപ്പോൾ വിവാഹത്തിൻ്റെ സമയം, ആ സമയത്ത് വിചിത്ര വീര്യയ്ക്ക് വിവാഹയ്ക്ക് സാരി തയ്യാറി ഹോ ജാനെ ബാദ്, എല്ലാ തയ്യാറെടുപ്പൊക്കെ നടന്നു ആ വിവാഹം നടക്കാനുള്ള. അതായത് വിചിത്ര വീര്യന് വേണ്ടിയിട്ടാണ് ഈ കന്യകമാരെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കന്യാവുംക്കോ വിവാഹ മണ്ഡപത്തിൽ ലേ ജാനെ കാ സമയായ, കന്യകന്മാരെ വിവാഹ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകുന്ന സമയം വന്നപ്പോൾ കാശിരാജ് की बड़ी बेटी अम्बा एकांत में भीष्म से बोली. एकांत में, അതായത് ഒറ്റയ്ക്ക് ഭീഷ്മനോടായിട്ട് മാത്രം അംബ ഇങ്ങനെ പറഞ്ഞു, गंगे, मैंने अपने मन में सौब देश के राजा शाल्व को अपना पति मान लिया था. അപ്പോൾ ഞാൻ സൗബ് ദേശത്തിൻ്റെ രാജാവായ ഷാൽവിനെ ഞാൻ എൻ്റെ പതിയായിട്ട്, അതായത് എൻ്റെ ഭർത്താവായിട്ട് ഞാൻ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിൽ. ഇസി ബീച്ച് ആപ്പ് മുझे ബൽപൂർവക് യഹാ ലേ ആയെ. അതേ ഇടയ്ക്കാണ് താങ്കൾ എന്നെ ഈ നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മേരെ മൻ കി ബാത് ജാനനെ കെ ബാദ് ആപ്പ് മേരെ ബാരെ മേ അബ് ജോ ഉചിത് സമझे കരെ. എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു താങ്കളോട്. കാരണം ഞാൻ സൗബ് ദേശിലെ
ശാൽവ രാജാവിനെ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ താങ്കളോട് പറഞ്ഞിരിക്കുന്നു. ഇനി താങ്കൾക്ക് എന്താണോ ശരി തോന്നുന്നത്, ഉചിത് സംജെ, ജോ ആപ് ഉചിത് സംജെ വോ കരെ, അതായത് താങ്കൾക്ക് എന്താണോ ഉചിതമായിട്ട് തോന്നുന്നത് അത് താങ്കൾ ചെയ്താലും എന്ന് അംബ ഭീഷ്മനോട് ആയിട്ട് പറയുകയാണ്. ഭീഷ്മ കോ അംബ കി ബാത് ജഞ്ചി. അപ്പോൾ ഭീഷ്മന് അംബ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് തോന്നി. ഉन्होंने अम्बा को उसकी इच्छानुसार उचित प्रबंध के साथ शाल्व के पास भेज दिया और अम्बा की दोनों बहनों अंबिका और अंबालिका का विचित्रवीर्य के साथ विवाह कर दिया. അപ്പോൾ അംബ പറഞ്ഞതിനനുസരിച്ചിട്ട് അംബയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉन्होंने अम्बा की इच्छा के अनुसार, അപ്പോൾ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉചിത് പ്രബന്ധ കെ സാത്ത് എല്ലാ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് ഷാൽവ് കെ പാസ് ഭേജ് ദിയ. അപ്പോൾ ഷാൽവ് രാജാവിൻ്റെ അടുത്തേക്ക് അംബയെ അയച്ചു. അംബാക്കി ദോനോ ബഹനും, അതായത് അംബയുടെ രണ്ട് അനുജത്തിമാർ, അതായത് അംബിക അംബാലിക, അവർ രണ്ടുപേരെയും വിചിത്രവീരൻ്റെ കൂടെ വിവാഹം കഴിച്ചു കൊടുത്തു. अम्बा अपने मनोनीत वर सौभराज शाल के पास गई और सारा वृत्तांत कह सुनाया. उसने कहा, राजन, मैं आपको ही अपना पति मान चुकी हूँ. मेरे अनुरोध से भीष्म ने मुझे आपके पास भेजा है. आप मुझे अपनी पत्नी स्वीकार कर ले. അപ്പോൾ അംബ അപ്നെ മനോനീത് വർ, അത് മനസ്സിൽ എന്താണോ അംബ ആഗ്രഹിച്ച വരൻ, മനോനീത് വർ മനസ്സിന് ആഗ്രഹിച്ച വരൻ, സൗഭ്രാജ് ഷാൽവ് കെ പാസ് ഗൈ, സൗഭ്രാജ് ഷാൽവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഓർ സാരാ വൃത്താന്ത് കെ സുനായ, എല്ലാ നടന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ കഥകളും പറഞ്ഞ് കേൾപ്പിച്ചു. ഉസ്നെ കഹാ, രാജൻ, मैं आपको ही अपना पति मान चुकी हूँ. मेरे अनुरोध से भीष्म ने मुझे आपके पास भेजा है. आप मुझे अपनी पत्नी स्वीकार कर ले. അപ്പോൾ ഞാൻ താങ്കളെ എൻ്റെ പതിയായിട്ട്, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ താങ്കളെ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നു. മേരെ അനുരോധ് സെ, എൻ്റെ എന്താണ് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഭീഷ്മനെ മുझे आपके पास भेजा है, എൻ്റെ അനുരോധം അനുസരിച്ചിട്ട് ഭീഷ്മ താങ്കളുടെ അടുത്തേക്ക് എന്നെ അയച്ചിരിക്കുകയാണ്. ആപ് മുझे अपनी पत्नी स्वीकार कर ले, താങ്കൾ എന്നെ പത്നിയായി സ്വീകരിച്ചാലും. पर शाल न माना. उसने अम्बा से कहा, सारे राजकुमारों के सामने भीष्म ने मुझे युद्ध में पराजित किया और तुम्हें बलपूर्वक हरण करके ले गए. इतने बड़े अपमान के बाद मैं तुम्हें कैसे स्वीकार कर सकता हूँ. तुम्हारे लिए अब उचित यही है कि तुम भीष्म के पास जाओ और उसकी सलाह के मुताबिक ही काम करो. पर शाल न माना. പക്ഷേ ഷാൽ രാജാവ് അംബയുടെ കാര്യങ്ങൾ കേട്ടില്ല. उसने अम्बा से कहा, सारे राजकुमारों के सामने भीष्म ने मुझे युद्ध में पराजित किया. എല്ലാ രാജകുമാരന്മാരുടെയും മുമ്പിലാണ് ഭീഷ്മ എന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയത്. और तुम्हें बलपूर्वक हरण करके ले गया, നിന്നെ ബലപൂർവക് നല്ല ബലം പ്രയോഗിച്ച് നിന്നെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇത്തനെ ബഡേ അപമാൻ കെ ബാദ് मैं तुम्हें कैसे स्वीकार कर सकता, ഇത്ര വലിയ ഒരു അപമാനത്തിന് ശേഷം ഞാൻ നിന്നെ എങ്ങനെ സ്വീകരിക്കും. तुम्हारे लिए अब उचित यही है कि तुम भीष्म के पास जाओ और उनकी सलाह के मुताबिक ही काम करो. നിനക്ക് ഉചിതമായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞാൽ നീ ഭീഷ്മൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് അദ്ദേഹം എന്താണോ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് നീ മുന്നോട്ട് ജീവിക്കുക. മുതാബിക് ഹി കാം കറോ, അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് മുന്നോട്ട് ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യുക. बेचारी अम्बा हस्तिनापुर लौट आई और भीष्म को सारा हाल कह सुनाया. उन्होंने विचित्रवीर्य से कहा, वत्स, राजा शाल्व अम्बा को स्वीकार नहीं करता. इससे विदित होता है कि उसकी इच्छा अम्बा को पत्नी बनाने की नहीं थी. अब उसके साथ तुम्हारा ब्याह करने में कोई आपत्ति नहीं रही है. पर विचित्रवीर्य अम्बा के साथ ब्याह करने को राजी न हुए. അപ്പോൾ ഭീഷ്മ പറയുകയാണ്, ബേച്ചാരി അംബ ഹസ്തിനാപൂർ ലോട്ടായി. അതിനുശേഷം അംബ അവിടെ ഷാൽവ് രാജാവ് ഏറ്റെടുക്കാത്തത് കൊണ്ട് ബിച്ചാരി അംബ ഹസ്തിനാപൂർ ലോട്ടായി. പാവം അംബ ഹസ്തിനാപൂരിലോട്ട് തിരിച്ചെത്തി. और भीष्म को सारा हाल कह सुनाया, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഭീഷ്മനെ അറിയിച്ചു. उन्होंने विचित्रवीर्य से कहा, അദ്ദേഹം വിചിത്രവീരനോടായിട്ട് പറഞ്ഞു, वत्स, राजा शाल्व अम्बा को स्वीकार नहीं करता. राजा शाल्व അംബയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. इससे विदित होता है कि उसकी इच्छा अम्बा को पत्नी बनाने की नहीं है. ഇതിൽ നിന്നും മനസ്സിലാക്കാം രാജാ ഷാൽവിന് അംബയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല, പത്നിയായി വരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. अब उसके साथ तुम्हारा ब्याह करने में कोई आपत्ति नहीं रही है. ഇനിയിപ്പോൾ ഒരു വിഘ്നവുമില്ല, നിനക്ക് അംബയെ വിവാഹം ചെയ്യാം. पर विचित्रवीर्य अम्बा के साथ ब्याह करने को राजी न हुए. പക്ഷേ വിചിത്രവീര്യ അംബയെ വിവാഹം കഴിക്കാൻ
സമ്മതിച്ചില്ല, തയ്യാറായില്ല. बेचारी अम्बा न इधर की रही न उधर की, कोई और रास्ता न देख वह भीष्म से बोली, गंगेय मैं तो दोनों ओर से ही गई, मेरा कोई भी सहारा न रहा, आप ही मुझे हर लाए थे, अतः अब आपका यह कर्तव्य है कि आप मेरे साथ ब्याह कर लें. बेचारी अम्बा न इधर की रही न उधर की, कोई और रास्ता न देख वह ഭീഷ്മ से बोली. അപ്പോൾ ബിച്ചാരി അമ്പ ഇവിടത്തെയുമില്ല അവിടത്തെയുമില്ല എന്ന രീതിയിലായി അമ്പയുടെ ജീവിതം. കൊയ് ഓർ രാസ്താന ദേഖ് വ ഭീഷ്മ സെ ബോലി, വേറെ ഒരു വഴിയും കാണാതായപ്പോൾ ഭീഷ്മനോടായിട്ട് അമ്പ പറഞ്ഞു, ഗംഗൈ മേ തോ ദോനോ ഓർ സെ ഹി ഗയി, ഞാൻ രണ്ട് വശത്തുനിന്നും എനിക്ക് ഒരു സഹായവുമില്ല, മേരാ കൊയ് ഭി സഹാര ന രഹ, ഒരു സഹായവുമില്ല, ഒരു സപ്പോർട്ടുമില്ല എനിക്ക് ആരുടെയും. ആപ് ഹി മുझे ഹർ ലായേ थे, നിങ്ങളാണ് താങ്കളാണ് എന്നെ ബലപൂർവ്വക് ഇവിടെ കൊണ്ടുവന്നത്. അഥവാ ആപ്കാ യഹ കർത്തവ്യ ഹൈ കി ആപ് മേരെ സാത്ത് ബ്യാഹ് കർ ലേ, ഇനി താങ്കളുടെ കർത്തവ്യമാകുന്നു എന്നെ വിവാഹം കഴിക്കണം എന്നുള്ളത്, അതായത് എന്നെ സംരക്ഷിക്കുക എന്നത് താങ്കളുടെ കർത്തവ്യമാണ് ഇനി എന്ന് അമ്പ പറയുകയാണ് ഭീഷ്മനോട്. भीष्म ने उसकी बात ध्यान से सुनी और अपनी प्रतिज्ञा की याद दिलाकर बोले, अपनी प्रतिज्ञा तो मैं नहीं तोड़ सकता. उन्होंने अम्बा की परिस्थिति समझकर विचित्रवीर्य से दोबारा आग्रह किया, पर वह न माना. भीष्म ने अम्बा को फिर समझाया और कहा कि सौभराज शाल्व के ही पास जाओ और एक बार फिर प्रार्थना करो. लाचार अम्बा फिर शाल्व के पास गई और उसकी बहुत मिन्नतें की, लेकिन दूसरे की जीती हुई कन्या को स्वीकार करने से सौभराज ने साफ इनकार कर दिया. अम्बा इस प्रकार 6 साल तक हस्तिनापुर और सौभ देश के बीच ठोकरें खाती रही. उसने अपने इस सारे दुख का कारण भीष्म को ही समझा. उन पर उसे बहुत क्रोध आया और प्रतिहिंसा की आग उसके मन में जलने लगी. भीष्म ने उसकी बात ध्यान से सुनी और अपनी प्रतिज्ञा की याद दिलाकर बोले, अपनी प्रतिज्ञा तो मैं नहीं तोड़ सकता. അപ്പോൾ ഭീഷ്മ അമ്പയുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അപ്നി പ്രതിജ്ഞ തോ മേ നഹി തോട് സക്ത, ഞാൻ എടുത്ത ആ പ്രതിജ്ഞ ഞാൻ പ്രതിജ്ഞ പാലിക്കുക തന്നെ ചെയ്യും. ഉन्होंने अम्बा की परिस्थिति समझकर विचित्रवीर्य से दोबारा आग्रह किया पर वह न माना. വീണ്ടും അമ്പയുടെ ആ സ്ഥിതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. അദ്ദേഹം വിചിത്രവീര്യനോട് വീണ്ടും പറഞ്ഞു, ആഗ്രഹിക്കുക, पर वह न माना, വീണ്ടും വിചിത്രവീര്യനോട് അമ്പയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ വിചിത്രവീര്യ സമ്മതിച്ചില്ല. ഭീഷ്മ ने अम्बा को फिर समझाया और कहा कि सौभराज शाल्व के ही पास जाओ और एक बार फिर प्रार्थना करो. വീണ്ടും അദ്ദേഹം അമ്പയോടായിട്ട് പറഞ്ഞു, സൗഭരാജ് ഷാൽവ് കെ പാസ് ജാओ, സൗഭരാജ് ഷാൽവിൻ്റെ അടുത്തേക്ക് പോവുക, വീണ്ടും അദ്ദേഹത്തിനോട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞറിയിക്കുക. बहुत मिन्नतें की लेकिन दूसरे की जीती हुई कन्या को स्वीकार करने से सौभराज ने साफ इनकार कर दिया. അമ്പ കുറേ നേരം ഷാൽവിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, മിന്നത്തേക്ക്, ലേക്കിൻ ദൂസരേക്ക് ജീത്തി ഹുയി, മറ്റൊരുവൻ ജയിച്ച ആ കന്യയെ സ്വീകരിക്കാനായിട്ട് സൗഭരാജ് തയ്യാറായില്ല. സാഫ് ഇൻകാർ കർ ദിയ. അമ്പ ഇസ് പ്രകാർ 6 സാൽ തക്ക്, 6 വർഷങ്ങളോളം ഹസ്തിനാപുരും സൗബ്ദേശുമായിട്ട് ഇങ്ങനെ നടന്നു. ബീച്ച് ठोकरे खाती फिरी. उसने अपने इस सारे दुख का कारण ഭീഷ്മ को ही समझा. അമ്പ അനുഭവിക്കുന്ന ഈ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ഭീഷ്മനാണ് എന്നാണ് അമ്പ പറഞ്ഞുകൊണ്ടിരുന്നത്, കരുതിക്കൊണ്ടിരുന്നത്. उन पर उसे बहुत और प्रतिहिंसा की आग उसके मन में जलने लगी. അപ്പോൾ ഭീഷ്മനോടായിട്ട് അമ്പയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പക, ആ പ്രതിഹിംസാക്കി ആക, പക വീട്ടണം എന്ന ആ ഒരു തീ മനസ്സിലിങ്ങനെ ആളിക്കത്തുന്നുണ്ടായിരുന്നു. उसके मन में जलने लगी. भीष्म से बदला लेने की इच्छा से वह कई राजाओं के पास गई और उनको अपना दुखड़ा सुनाया. भीष्म से युद्ध करके उनका वध करने की उसने राजाओं से प्रार्थना की, पर राजा लोग तो भीष्म के नाम से ही डरते थे. किसी में इतना साहस न था कि भीष्म से युद्ध करे. क्षत्रियों से एकदम निराश होकर अम्बा ने तपस्वी ब्राह्मणों की शरण ली. तपस्वियों ने कहा, बेटी तुम परशुराम के पास जाओ, वे तुम्हारी इच्छा अवश्य पूरी करेंगे. तब ऋषियों की सलाह पर अम्बा परशुराम के पास गई. भीष्म से बदला लेने की इच्छा से वह कई राजाओं के पास गई और उनको अपना दुखड़ा सुनाया. അപ്പോൾ ഭീഷ്മനോടുണ്ടായിരുന്ന ആ പ്രതികാരം അതിനായിട്ട്, അതായത് പകരം വീട്ടാനായിട്ട് ആ ആഗ്രഹം വെച്ചുകൊണ്ട്
അംബ എല്ലാ രാജാക്കന്മാരുടെ അടുത്തേക്കും പോയിട്ട് തൻ്റെ ഈ ദുഃഖദ് കഥ, ആ വിഷമകരമായിട്ടുള്ള ആ കഥ എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ ഭീഷ്മ से युद्ध करके उनका वध करने की उसने राजाओं से प्रार्थना की, पर राजा लोग तो भीष्म के नाम से ही डरते थे. അപ്പോൾ ഭീഷ്മനുമായിട്ട് യുദ്ധം ചെയ്ത് ഭീഷ്മനെ വധിക്കാനായിട്ട് എല്ലാ രാജാക്കന്മാരോടും അംബ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ രാജാലോക് തു ഭീഷ്മയ്ക്ക് നാം സേ ഡർത്തി, പക്ഷേ രാജാക്കന്മാരാണെങ്കിലോ ഭീഷ്മൻ്റെ ആ പേര് കൊണ്ട് തന്നെ അവർ ഭയക്കുമായിരുന്നു. കിസി മേ ഇത്ന സാഹസ് ന താ കി ഭീഷ്മ സെ യുദ്ധ കരെ, ആർക്കും അത്രയും കറേജ് ഇല്ലായിരുന്നു ഭീഷ്മനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ക്ഷത്രിയോം സെ ഏകദം നിരാശ് ഹോക്കർ അംബാനെ തപസ്വി ബ്രാഹ്മണോ കി ശരൺ ലി. അപ്പോൾ ക്ഷത്രിയന്മാരെ ഏകദം നിരാശോക്ക്, ക്ഷത്രിയോം സെ, ഈ ക്ഷത്രിയന്മാരിൽ നിന്നും നിരാശയാണ് ലഭിച്ചത്. അതായത് അവർക്ക് ധൈര്യമില്ലായിരുന്നു. ഭീഷ്മൻ അത്രയും അത്രയും കറേജസ് ആയിരുന്നില്ല ക്ഷത്രിയന്മാർ ഭീഷ്മനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ അംബാനെ തപസ്വി ബ്രാഹ്മണോക്ക് ശരണില്ല. അതുകൊണ്ട് അംബ എന്താ ചെയ്തത്, തപസ്വി ബ്രാഹ്മണരോട് പോയി റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. തപസ്യോം നെ കഹ ബേട്ടി തും പരശുരാം കെ പാസ് ജാओ, നീ പരശുരാമനടുത്ത് പോവുക എന്ന് തപസ്വിമാർ അറിയിച്ചു. വേ തുമാരി ഇച്ഛ അവശ്യ പൂരി കരെങ്കി, പരശുരാമൻ നിൻ്റെ ആഗ്രഹം തീർച്ചയായും സഫലീകരിച്ച് തരും. തബ് ഋഷിയോം കി സലാഹ് പർ അംബ പരശുരാം കെ പാസ് ഗയി. അങ്ങനെ ഋഷിമാരുടെ ഉപദേശം അനുസരിച്ചിട്ട് പരശുരാമൻ്റെ അടുത്ത് അംബ പോവുകയാണ്. अम्बा की करुण कहानी सुनकर परशुराम का हृदय पिघल गया. उन्होंने दयार्द्र स्वर में कहा, काशीराज कन्ये तुम मुझसे क्या चाहती हो. അംബാക്കി കരുൺ കഹാനി സുൻകർ, അംബയുടെ ആ കരുണ അതായത് നല്ല വിഷമകരമായിട്ടുള്ള ആ കഥ കേട്ടിട്ട് പരശുരാം കാ ഹൃദയ പിഘൽ ഗയ, പരശുരാമൻ്റെ ഹൃദയം അലിഞ്ഞുപോയി. ഉൻഹോനെ ദയാർദ്ര സ്വരമേ കഹ, അദ്ദേഹം വിഷമകരമായിട്ടുള്ള ദയോടുള്ള ആ സ്വരത്തിൽ പറഞ്ഞു, കാശിരാജ് കന്യെ തും മുജ്സെ ക്യാ ചാത്തേ, കാശിരാജൻ്റെ കന്യെ നീ എന്നിൽ നിന്നും എന്താഗ്രഹിക്കുന്നു. അംബാനെ കഹ, ബ്രാഹ്മൺ വീർ, मेरी प्रार्थना केवल यही है कि आप भीष्म से युद्ध करें, मैं आपसे भीष्म के वध की भीख मांगती हूँ. അംബ പരശുരാമനോടായിട്ട് പറഞ്ഞു, ബ്രാഹ്മണന്മാരിൽ വീരനായിട്ടുള്ളവൻ, ബ്രാഹ്മൺ വീർ, മേരി പ്രാർത്ഥന കേവൽ യഹി ഹെ, എൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ, ഭീഷ്മനോട് യുദ്ധം ചെയ്യുക. मैं आपसे भीष्म के वध की भीख मांगती हूँ, ഞാൻ താങ്കളോട് ഭീഷ്മനെ വധിക്കുക എന്ന ഭിക്ഷയാണ് യാചിക്കുന്നത്. അതായത് ഭീഷ്മനെ വധിക്കണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അംബ പരശുരാമനോടായിട്ട് പറഞ്ഞു. परशुराम को पसंद आई. बड़े उत्साह के साथ वह भीष्म के पास गए और उन्हें युद्ध के लिए ललकारा. അപ്പോൾ പരശുരാമന് അംബ റിക്വസ്റ്റ് ചെയ്ത കാര്യം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബടെ ഉത്സാഹ കെ സാത്ത്, നല്ല ഉത്സാഹത്തോടെ അദ്ദേഹം ഭീഷ്മൻ്റെ അടുത്തേക്ക് പോയി. ഓർ ഉന്നെ യുദ്ധ കെ ലിയെ ലൽക്കാറ, എന്നിട്ട് അദ്ദേഹത്തെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു. ദോനോം കുശൽ യോദ്ധാത്തെ ഓർ ധനുഷ് വിദ്യ കെ ജാൻകാർ ഭി, രണ്ടുപേരും കുശല യോദ്ധാക്കന്മാരായിരുന്നു, നല്ല യോദ്ധാക്കന്മാരായിരുന്നു രണ്ടുപേരും. ഓർ ധനുഷ് വിദ്യയ്ക്ക് ജാൻകാർ ഭി, അവർക്ക് അസ്ത്രവിദ്യകളിലൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. ദോനും ഹി ജിതേന്ദ്രിയ ഓർ ബ്രഹ്മചാരി थे, രണ്ടുപേരും ജിതേന്ദ്രിയവും പിന്നെ ബ്രഹ്മചാരികളുമായിരുന്നു. സമാൻ യോദ്ധാവും കി ടക്കർ थी, അപ്പോൾ ഒരേപോലത്തെ യോദ്ധാക്കന്മാരായിരുന്നു രണ്ടുപേരും, അതായത് ഭീഷ്മും പരശുരാമും. കൈ ദിനോം തക് യുദ്ധ ഹോത്താ രഹാ ഫിർ ബി ഹാർ ജീത് കാ നിശ്ചയ ന ഹോ സക, രണ്ടുപേരും തമ്മിലുള്ള ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്നിട്ടും ജയവും തോൽവിയും ഒന്നും നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവർ തമ്മിലുള്ള യുദ്ധം. അന്തമേ परशुराम ने हार मान ली और उन्होंने अम्बा से कहा, जो कुछ मेरे वश में था कर चुका, अब तुम्हारे लिए यही उचित है कि तुम भीष्म ही की शरण लो. അപ്പോൾ അന്തമേ പരശുരാമിനെ ഹാർ മാൻലി, അവസാനമായിട്ട് പരശുരാമൻ തന്നെ പരാജയപ്പെട്ട് പോയി. ഓർ ഉൻഹോനെ അംബാസെ കഹ, എന്നിട്ട് അദ്ദേഹം അംബയോടായിട്ട് പറഞ്ഞു, ജോ കുച്ച് മേരെ വശമേത്ത, എന്നെക്കൊണ്ടാകുന്നതും എല്ലാം ഞാൻ ചെയ്തു, കർച്ചുക. അബ് തുമ്ഹാരെ ലിയെ യഹി ഉചിത് ഹെ കി തും ഭീഷ്മ ഹി കി ശരൺ ലോ, ഇനി നിനക്ക് ശരിയായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞാൽ നീ ഭീഷ്മനെ ശരണം പ്രാപിച്ചാലും. पर अम्बा ऐसी बातों से कब विचलित होने वाली थी. അപ്പോൾ അംബ ഈ വാക്കുകൾ കൊണ്ട് അങ്ങനെ മാറുന്ന സ്വഭാവക്കാരി അല്ലായിരുന്നു. ഉസ്നെ വൻ മേ ജാക്കർ ഫിർ തപസ്യ ശുരുക്കി, വനത്തിൽ പോയി വീണ്ടും തപസ് ചെയ്യാൻ തീരുമാനിച്ചു അംബ. और तपोबल से स्त्री रूप छोड़कर पुरुष बन गई और उसने अपना नाम शिखंडी रख लिया. അങ്ങനെ തൻ്റെ തപോബൽ കൊണ്ട്, അതായത് ആ തപസ്സിൻ്റെ ആ ശക്തി കാരണം സ്ത്രീ രൂപം വിട്ടിട്ട് പുരുഷനായിട്ട് മാറി. ഉസ്നെ അപ്ന നാം ശിഖണ്ഡി റഖ് ലിയ, അങ്ങനെ ശിഖണ്ഡി എന്ന പേരും വരിച്ചു. ജബ് കൗരവോം ഓർ പാണ്ഡവോം കെ ബീച്ച്
कुरुक्षेत्र के मैदान में युद्ध हुआ तो भीष्म के विरुद्ध लड़ते समय शिखंडी रथ के आगे बैठा था और अर्जुन ठीक उसके पीछे. അപ്പോൾ जब कौरवों और पांडवों के बीच കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധം, അതായത് കുരുക്ഷേത്ര के मैदान में युद्ध हुआ, കുരുക്ഷേത്ര മൈതാനത്തിൽ യുദ്ധം നടന്നപ്പോൾ ഭീഷ്മയ്ക്ക് വിരുദ്ധ ലടത്തെ സമയം, ഭീഷ്മനെതിരായിട്ട് യുദ്ധം നടന്ന സമയത്ത് ശിഖണ്ഡി രഥ് കെ ആകെ ബൈഠാത്ത, ആ സമയത്ത് ശിഖണ്ഡി ആയിരുന്നു ആ രഥത്തിൽ മുമ്പിൽ ഇരുന്നത്. और अर्जुन ठीक उसके पीछे, अर्जुन അതിൻ്റെ പിറകിലും. ज्ञानी भीष्म को यह बात मालूम थी कि अम्बा ही शिखंडी का रूप धारण किए हुए हैं. ആ സമയത്ത് നല്ല അറിവുള്ള ഭീഷ്മന് നല്ല അറിവുണ്ടായിരുന്നു. ജ്ഞാനി ഭീഷ്മക്കോ യഹ് ബാത് മാലൂം തി, ഭീഷ്മന് അറിയാമായിരുന്നു അത് അംബയാണ് ശിഖണ്ഡിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. इसलिए उन्होंने उस पर बाण चलाना अपनी वीरोचित प्रतिष्ठा के विरुद्ध समझा. അപ്പോൾ അമ്പയുടെ എതിര് ബാൺ, അതായത് അമ്പ് എയ്യുക എന്നത് അത് വീരന്മാർക്ക് ഉചിതമായിട്ടുള്ള കാര്യമല്ല, അത് റെസ്പെക്റ്റ്ഫുൾ ആക്ട് അല്ല എന്ന് മനസ്സിലാക്കിയത് കാരണം ഉസ്കെ വിരുദ്ധ സംജ, അപ്പോൾ അത് അദ്ദേഹം ചെയ്തില്ല. അപ്പോൾ ശിഖണ്ഡിക്കോ ആകെ കർക്കെ അർജുനെ ഭീഷ്മ പിതാമഹ പർ ഹംല കിയ. അങ്ങനെ ശിഖണ്ഡിയെ മുന്നിൽ വെച്ച് അർജുൻ ഭീഷ്മ പിതാമഹനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്, हमला किया और अंत में उन पर विजय प्राप्त किया. അങ്ങനെ അവസാനം ഭീഷ്മനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവർ ജയിക്കുകയാണ് ചെയ്തത്. ഭീഷ്മ പിതാമഹ पर हमला किया और अंत में उन पर विजय प्राप्त की. അതായത് ഭീഷ്മനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ വിജയിക്കുകയാണ് ചെയ്തത്. जब भीष्म आहत होकर पृथ्वी पर गिरे तब जाकर अम्बा का क्रोध शांत हुआ. അങ്ങനെ ഭീഷ്മ ആഹത് ഹോക്കർ, അദ്ദേഹം തോറ്റ് പൃഥ്വി പർ ഗിരെ, അദ്ദേഹത്തിന് മുറിവേറ്റ് അദ്ദേഹം പൃഥ്വിയിൽ വീണപ്പോൾ, ഭൂമിയിൽ വീണപ്പോൾ തബ് ജാക്കർ അംബാ കാ ക്രോധ് ശാന്ത് ഹുവ, ആ സമയത്താണ് അംബയുടെ ക്രോധം, അംബയുടെ ആ ദേഷ്യം ശാന്തമായത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്